അപ്പം നമ്മളെ സ്കൂളിൽ ചെറിയ രീതിയിൽ നമ്മളൊരു ഓണം സെലിബ്രേഷൻ നടത്തിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൂക്കളാണ് റെഡിയാക്കിയത്. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ നട്ടുവളർത്തിയ ചെണ്ടുമല്ലികൾ ഉണ്ടായിരുന്നു, പൂവ്. അതും പിന്നെ പിള്ളേരെ നാട്ടിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്ന നാടൻ പൂക്കളുണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് അവർ തന്നെ അത് കിള്ളിയെടുക്കണം. അപ്പോൾ ഞാനാണത് വരച്ചു കൊടുക്കണത്. നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പൂക്കള മത്സരങ്ങളൊക്കെ നടത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ, നമുക്ക് ചെറിയ രീതിയിൽ മാത്രം സ്കൂളുകളിൽ സെലിബ്രേഷൻ നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ബി യു ടി നല്ല മലയാളി മങ്കയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മളുടെ പൂക്കൾ ഒരുവിധം ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരിങ്ങനെ ചറപറ എല്ലാത്തിലും കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ, അവറ്റങ്ങൾക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഒരുവിധം പൂക്കളൊക്കെ നമ്മളുടെ കളത്തിലിട്ട് തുടങ്ങിയിട്ടുണ്ട്. അധികം ഡിസൈനൊന്നുമില്ല, ഒരു പൂക്കളം മാത്രം നമ്മൾ ചെയ്തോളൂ. അപ്പോൾ പിള്ളേരും അവരുടെ ചേച്ചിമാരും അവരുടെ വീട്ടിലുള്ള അവരമ്മ, അത്രയേ ഉള്ളൂ. നമ്മൾ നാട്ടുകാരെ ഒന്നും വിളിച്ചിട്ടില്ല. ആദ്യമൊക്കെ നമ്മളങ്ങനെ ചെയ്യരുത്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ സ്കൂളുകളിൽ സെലിബ്രേഷൻ വലുതായിട്ട് നടത്താൻ പാടില്ല എന്നുള്ളൊരിതുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ വർഷം നല്ല ചെറിയ രീതിയിലാണ് നമ്മൾ ആഘോഷിച്ചത്. എന്നാലും വളരെ സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പൂക്കളം ഇതൊക്കെ നമ്മൾ നട്ട ചെടിയില്ലേ, അതിനകത്ത് നിന്ന് കിട്ടിയതാണ് ആ പൂവ്. അപ്പോൾ പൂക്കൾ ഇനിയുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് റെഡിയാക്കണുണ്ട്. അതൊന്നും അവരെടുത്തിട്ടില്ല, അപ്പോൾ എടുക്കാനൊക്കെ കിടക്കണുള്ളൂ. എല്ലാവരും അവരുടേതായ ജോലികളിൽ തിരക്കിട്ട് നിൽക്കണം. വേറൊന്നുമില്ല, അവർ 2 ടീമായിട്ടാണ്. ആരാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ നുള്ളി വെക്കണം എന്നൊക്കെ ഉള്ളൊരിതേ. അപ്പോൾ ഇതാണ് നമ്മളെ പിള്ളേർ. അത് കഴിഞ്ഞ് എല്ലാവരെയും നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഉള്ള പിള്ളേർ. ഇത്രയും പേരൊന്ന് വന്നുള്ളൂ, കുറച്ച് പേർക്ക് പനിയൊക്കെ ആയിട്ട് വന്നില്ല. എല്ലാവരും സ്റ്റേജിൽ നിർത്തിയിട്ട് ടീച്ചർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും ഷീന ടീച്ചറും കൂടി ഒരു സെൽഫി എടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഹാപ്പി ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സദ്യയിലേക്ക് കണ്ടുപോയതൊരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ സദ്യ വിളമ്പി. പേരൻസ് കൊണ്ടുവന്നതാണ് കറികളൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട്. എല്ലാ കറികളും വളരെ ടേസ്റ്റായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു പരിപാടികൾക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല ആരാധകരെ ശാന്തരാഗി ஆடுறதுக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற. ரஞ்சிதமே 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 மனச கலைக்கு மந்திரமே ரஞ்சிதமே ரஞ்சிதமே உன்ன மாதிரி கலிக்க கொஞ்சமே ரஞ்சிதமே ரஞ்சிதமே மனச கலைக்கு மந்திரமே ரஞ்சிதமே ரஞ்சிதமே உன்ன மாதிரி கலிக்க கொஞ்சமே. ஒரு சத்தே
Kerala per person. ഇതൊന്നും നമ്മൾ അവരെ പഠിപ്പിച്ചതല്ലേ. പെട്ടെന്ന് പാട്ടിടുമ്പോൾ അവർ ഡാൻസ് കളിക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തിരുവാതിര പഠിപ്പിക്കും, ടീച്ചർമാർ പഠിക്കും, പാരൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് കളികളൊക്കെ ഉണ്ടാവുമായിരുന്നു. നമ്മൾ ഓണത്തിനെ സംബന്ധിച്ചുള്ള കളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ഇപ്രാവശ്യം നടത്തിയിട്ടില്ല. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും കഴിഞ്ഞു കേട്ടോ പരിപാടികളൊക്കെ. അതേ ലാസ്റ്റത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.